ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 2025 UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോകളിൽ ഒരു സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സീരീസിൽ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹൂ റോട്ട് ദ ബുക്ക് ഓൺ റെവല്യൂഷൻ? ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പല സമയത്തും ഉണ്ടാവാറുണ്ട്. ഓപ്ഷൻ 1 ഹന്ന ഹാരൻഡ്, വ്ളാഡിമിർ ലെനിൻ, കാൾ മാർക്സ് ആൻഡ് എഡ്മണ്ട് ബർഗ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹന്ന ഹാരൻഡ് ആണ്. ഹന്ന ഹാരൻഡിൻ്റെ 1963 റിലീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഹന്ന ഹാരൻഡ് വളരെ എന്താ പറയുക, എക്സാമിനേഴ്സിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവരുടെ ബുക്കുകളെ കുറിച്ചിട്ടും അവരുടെ വർക്കുകളെ കുറിച്ചും തിയറികളെ കുറിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഓൺ റെവല്യൂഷൻ എഴുതിയിട്ടുള്ളത് ഹന്ന ഹാരൻഡ് ആണ്. ഈ റെവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ പലരും വ്ളാഡിമിർ ലെനിനെയും കാൾ മാർക്സിനെയും ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനും കൂടെ ആണ്. സോ നന്നായിട്ട് ഓർത്ത് വെക്കുക, ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഹന്ന ഹാരൻഡ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് ഇവന്റ്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ കുറച്ച് ഇവന്റ്സിന്റെ പേരുകൾ ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, അത് നടന്നിട്ടുള്ള ഇയറുകൾ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിനനുസരിച്ച് ഇതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻ എ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗാർഡ്, ഇത് ഏത് ഇയറിലാണ് നടന്നിട്ടുള്ളത്? മ്യൂണിക് എഗ്രിമെന്റ് ഏത് ഇയറിലാണ് സംഭവിച്ചിട്ടുള്ളത്? അർമേനിയൻ ജെനോസൈഡ് ഏത് ഇയറിലായിരുന്നു? യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഏത് ഇയറിലായിരുന്നു? സോ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നായിരിക്കും അല്ലെ. 1993 യൂറോപ്യൻ യൂണിയൻ വാസ് ക്രിയേറ്റഡ്. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗാർഡ് ഇതിൽ ടേബിൾ തന്നിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെയാണ്. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗാർഡ് 1942-43, മ്യൂണിക് എഗ്രിമെന്റ് 1938, അർമേനിയൻ ജെനോസൈഡ് 1915, യൂറോപ്യൻ യൂണിയൻ വാസ് ക്രിയേറ്റഡ് ഇൻ 1993. സോ A1, B2, C3, D4 ഓപ്ഷൻ ആണ് വരിക. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. A1, B2, C3, D4. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗാർഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1942-43 പീരീഡിലാണ് നടക്കുന്നത്. മ്യൂണിക് എഗ്രിമെന്റ് 1938 അർമേനിയൻ ജെനോസൈഡ് 1915 യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റഡ് 1993 സോ ഇതുപോലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ മേജർ ഇവന്റ്സ്, മേജർ ട്രീറ്റീസ്, മേജർ എഗ്രിമെന്റ്സ് ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. അതിന്റെ ഇയറും അത് ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാനും പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്റർനാഷണൽ ഹിസ്റ്ററിയെ കുറിച്ച് വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ മൂന്നാമത്തെ ചോദ്യം ഒരു പുസ്തകത്തിന്റെ ചോദ്യം തന്നെയാണ്. ഹൂ റോട്ട് ദ ബുക്ക് റോമൻ അഗ്രേറിയൻ ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോ? സോ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, മാക്സ് വെബർ, ആഡം സ്മിത്ത്, വൂഡ്രോ വിൽസൺ. സോ ഈ 4 പേരിൽ ആരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്? ഒന്നാമത്, ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യുക. രണ്ടാമത്, ഇത് നിങ്ങൾക്ക് അറിയില്ല, ഒരു പരിചയം തോന്നുന്നില്ല എങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ പേരിലെ കീവേഡ്സ് ശ്രദ്ധിക്കുക. സോ ഈ ഒരു പുസ്തകം എടുക്കുമ്പോൾ അതിലെ കീവേഡ്സ് ഏതൊക്കെയാണ്? റോമൻ അഗ്രേറിയൻ ഹിസ്റ്ററി, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോ. സോ ഈ പറയുന്ന 4 പേരിൽ ആരാണ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകം എഴുതാനുള്ള ചാൻസ് ഉള്ളത്? ജവഹർലാൽ നെഹ്റു, മാക്സ് വെബർ, ആഡം സ്മിത്ത്, വൂഡ്രോ വിൽസൺ. ആരായിരിക്കും? മാക്സ് വെബർ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ റാഷണാലിറ്റി ഇതൊക്കെ മാക്സ് വെബറിന്റെ കൺസെപ്റ്റ് ആണ്. സോ അദ്ദേഹം ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. കഴിയുന്നിടത്തോളം പുസ്തകങ്ങളുടെ പേരുകൾ ഓർത്ത് വെക്കുക. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ, ഒരു പക്ഷേ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെ കീവേഡ്സ് വെച്ച് നിങ്ങൾക്ക് ഉത്തരം ഗസ് ചെയ്യാവുന്നതാണ്. സോ മാക്സ് വെബർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് 1891 അന്നാണ് ഇത് പബ്ലിഷ് ആയിട്ടുള്ളത്. സോ മാക്സ് വെബർ ആണ് ആൻസർ. ഓക്കെ, സോ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റഡ് ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്? സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, ആ പേരിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2000 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 3 ആണ് അതിന്റെ ആൻസർ. എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഇത്. ഓക്കെ, സോ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഇയർ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ ഇവന്റ്സിന്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഇവന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോവിയറ്റ് ആറ്റോമിക് ബോംബ് എക്സ്പ്ലോഡഡ്. സോ സോവിയറ്റ് ആറ്റോമിക് ബോംബ് എപ്പോഴാണ് എക്സ്പ്ലോഡ് ചെയ്തിട്ടുള്ളത്? സോ ഇതായിരിക്കും സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി, ഇസ്ലാമിക് റവല്യൂഷൻ ഇൻ ഇറാൻ, ബെർലിൻ വാൾ ഫോൾസ്.
സോ ഇതിൽ ഏതായിരിക്കും തുടക്കത്തിൽ നടക്കാനുണ്ടായിരുന്ന സാധ്യത? സോവിയറ്റ് ആറ്റോമിക് ബോംബ് എക്സ്പ്ലോഡ് 1949 നടക്കുന്ന ഒരു സംഭവമാണ്. സോവിയറ്റ് ഇൻവെൻഷൻ ഓഫ് ഹംഗറി നടക്കുന്നത് 1956 ഇസ്ലാമിക് റവല്യൂഷൻ ഇൻ ഇറാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, 1979 നടക്കുന്നത്. ബെർലിൻ വാൾ ഫോൾസ് 1989 നടക്കുന്നത്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് എന്താണ് വരിക? A4 B2 A3 B4 C2 ഇങ്ങനെയാണ് ഇതിന്റെ വരിക. സോ A3 B4 C2 D1. യെസ്, ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിന്റെ ആൻസർ. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഹു റോട്ട് ദ ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി? വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം. ആരാണ് എഴുതിയിട്ടുള്ളത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്, മിൽട്ടൺ ഫ്രീഡ്മാൻ, രാജ്കുമാർ മിറ്റൽ, തോമസ് ഹോബ്സ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓക്കെ, യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിന്റെ ആൻസർ ആയിട്ടുള്ളത്. 1936 ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ജോൺ മെയ്നാർഡ് കെയ്ൻസ്. സോ നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. 7ാമത്തെ ചോദ്യം ഒരു പുസ്തകം ആര് എഴുതിയിട്ടുള്ളതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്, കാരണം ഇത് അധികം ആൾക്കാർക്കൊന്നും അറിയാത്തൊരു പുസ്തകമാണ്. ഹു റോട്ട് ദ ബുക്ക് ടെർമൈറ്റ്സ് ഇൻ ദ ട്രേഡിംഗ് സിസ്റ്റം? ഈ ഒരു പുസ്തകം എഴുതിയത് അമർത്യ സെൻ, തോമസ് ഹോബ്സ്, സൂസൻ ജോർജ്, ജഗദീഷ് ഭഗവതി. സോ ജഗദീഷ് ഭഗവതിയാണ് ഇതിന്റെ ഉത്തരം. 2008 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ജഗദീഷ് ഭഗവതി, ടെർമൈറ്റ്സ് ഇൻ ദി ട്രേഡിംഗ് സിസ്റ്റം. സോ നമുക്ക് 8ാമത്തെ ചോദ്യം തന്നിട്ടുണ്ട്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ നമ്മൾ ക്രോണോളജിക്കലി അതിനെ പ്ലേസ് ചെയ്യണം. എ ഓപ്ഷൻ ക്യൂബൻ റവല്യൂഷൻ, ബി ഓപ്ഷൻ റഷ്യൻ റവല്യൂഷൻ, സി അമേരിക്കൻ റവല്യൂഷൻ, ഡി നിക്കരാഗൻ റവല്യൂഷൻ, ഇ തുലിപ് റവല്യൂഷൻ. സോ ഇതിൽ ക്യൂബൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, നിക്കരാഗൻ റവല്യൂഷൻ, തുലിപ് റവല്യൂഷൻ ഇവയൊക്കെ ലോകത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റവല്യൂഷൻസ് ആണ്. ഓക്കെ, സോ ഇതിൽ ഏതായിരിക്കും ആദ്യം നടക്കാനുള്ള സാധ്യത? അമേരിക്കൻ റവല്യൂഷൻ ആയിരിക്കും അല്ലെ. 1775 to 1783 1775 മുതൽ 1783 വരെയുള്ള ഒരു പീരീഡിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. രണ്ടാമത് റഷ്യൻ റവല്യൂഷൻ ആണ്. 1917 റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. പിന്നീടുള്ളത് എന്താണ്? ക്യൂബൻ റവല്യൂഷൻ ആണ്. 1953 മുതൽ 59 വരെയുള്ള ഒരു പീരീഡിലാണ് ക്യൂബൻ റവല്യൂഷൻ നടക്കുന്നത്. ദെൻ നിക്കരാഗൻ റവല്യൂഷൻ 1978 മുതൽ 1990 വരെയുള്ള ഒരു പീരീഡിലാണ് നിക്കരാഗൻ റവല്യൂഷൻ നടക്കുന്നത്. പിന്നീട് തുലിപ് റവല്യൂഷൻ നടക്കുന്നത് എപ്പോഴാണ്? 2005 തുലിപ് റവല്യൂഷൻ നടക്കുന്നത്. കിർഗിസ്ഥാനിൽ വെച്ചിട്ടാണ് ആ റവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഓർഡർ വരിക. അപ്പോൾ CBADE. സോ ഓപ്ഷൻ നമ്പർ 1 ആണ്. യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ നമ്പർ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, CBADE. Okay, so American Revolution occurred first in 1775-1783 where the 13 colonies fought for independence from Great Britain. So Great Britain colony ആയിരുന്നു അമേരിക്ക പണ്ട്. അത് 13 കോളനികളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുമായിരുന്നു. സോ അവർ സംഘടിക്കുകയും ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള റവല്യൂഷൻ ആണ് അമേരിക്കൻ റവല്യൂഷൻ. 1775 മുതൽ 1783 വരെയുള്ള പീരീഡിലാണ് ഈ ഒരു റവല്യൂഷൻ നടക്കുന്നത്. ദെൻ റഷ്യൻ റവല്യൂഷൻ എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം അല്ലെ. സാറിസ്റ്റ് റഷ്യ, സാർ എന്ന് പറയുന്ന ഒരു മൊണാർക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു റഷ്യ. സോ റഷ്യനെ ആ ഒരു മൊണാർക്കിയിൽ നിന്ന് മോചിപ്പിച്ച് സോവിയറ്റ് യൂണിയൻ ആക്കിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റഷ്യൻ റവല്യൂഷനിലൂടെയാണ് 1917. Then Cuban Revolution. Cuban Revolution was led by Fidel Castro and Che Guevara against the Cuban government, which resulted in the establishment of a communist regime. So Cuba, നമ്മൾ ഇന്നൊക്കെ കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ക്യൂബ ഉണ്ടല്ലോ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള റവല്യൂഷൻ ആണ് ഇത് 1953 നടന്നിട്ടുള്ള ക്യൂബൻ റവല്യൂഷൻ. ദെൻ നിക്കരാഗൻ റവല്യൂഷൻ എന്ന് പറയുന്നത് occurred between 1978 to 1990 where Sandinista National Liberation Front overthrew the Somoza dictatorship. സോ നിക്കരാഗയിൽ നടന്നിട്ടുള്ള റവല്യൂഷൻ ആണ്. അതിൽ സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിനെ ഓവർത്രോ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു റവല്യൂഷൻ ആണ്. ദെൻ തുലിപ് റവല്യൂഷനും അത്തരത്തിലൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റിനെ ഓവർത്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു റവല്യൂഷൻ ആണ് കിർഗിസ്ഥാനിൽ വെച്ച് 2005. കമ്പാരിറ്റീവ്ലി റീസെന്റ് ആയിട്ട് നടക്കുന്നത് തുലിപ് റവല്യൂഷൻ ആണ്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത് റവല്യൂഷൻസിനെ കുറിച്ച്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവല്യൂഷൻസും അവ നടന്നിട്ടുള്ള രാജ്യങ്ങളും അവ നടന്നിട്ടുള്ള ഇയറുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചൂസ് ദ കറക്റ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് പാർലമെന്റ്സ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ്. സോ പാർലമെന്റ്സ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന
മിനിസ്ട്രീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് സ്പേസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് അറ്റോമിക് എനർജി. ഇതിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസും ആണ് പാർലമെന്റ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന 2 മിനിസ്ട്രീസ്. ഓക്കെ, സോ എയും ബിയും ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ ആയിട്ടുള്ള 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസും. ഓക്കെ, റൈറ്റ് ആൻസർ. റൈറ്റ്. ഓക്കെ, ദെൻ അടുത്തത് ഒരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ബാലി ടെറർ ബോംബിംഗ് ടുക്ക് പ്ലേസ്? സോ ബാലിയിൽ വെച്ച് ടെറർ ബോംബിംഗ് അറ്റാക്സ് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 2002 വെച്ചിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെറ്റ്സ് ലെജിസ്ലേറ്റീവ് പവർ ഇൻ പാർലമെന്റ് ടു മേക്ക് ലോസ് റിലേറ്റഡ് ടു ഇലക്ഷൻസ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് കൊടുത്തിട്ടുള്ളത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 267, ആർട്ടിക്കിൾ 277, ആർട്ടിക്കിൾ 285 ആൻഡ് ആർട്ടിക്കിൾ 327. സോ ഇതിൽ ആർട്ടിക്കിൾ 327 പ്രകാരമാണ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ലെജിസ്ലേറ്റീവ് പവർ പാർലമെന്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 327. അങ്ങനെ ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. സോ 320 റേഞ്ചിൽ വരുന്ന ആർട്ടിക്കിൾ ആയിരിക്കും എന്ന രീതിയിൽ ഉത്തരം ഗസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, അതാണ് ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് 12th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വിച്ച് റിവർ ഡിമാർക്കേറ്റ്സ് ദ ബോർഡർ ബിറ്റ്വീൻ ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ? ബംഗ്ലാദേശിനും മ്യാൻമാറിലൂടെ ഒഴുകുന്ന റിവർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നാഫ് റിവർ തന്നിട്ടുണ്ട്, ബ്രഹ്മപുത്ര റിവർ തന്നിട്ടുണ്ട്, മെക്കോങ് റിവർ തന്നിട്ടുണ്ട്, ഇൻഡസ് റിവർ തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാഫ് റിവർ ആണ്. ബംഗ്ലാദേശിനും മ്യാൻമാറിനും ഇടയിലൂടെ ഒഴുകുന്നത് നാഫ് റിവർ ആണ്. നമുക്ക് മറ്റ് റിവർ നോക്കുമ്പോൾ ബ്രഹ്മപുത്ര എങ്ങനെയാണ് ഒഴുകുന്നത്? ടിബറ്റൻ പ്ലേറ്റ്യൂയിലൂടെ, ഇന്ത്യയിലൂടെ, പിന്നീട് ബംഗ്ലാദേശിലൂടെ, എന്നിട്ട് അവസാനം ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. ഓക്കെ, പിന്നെ മെക്കോങ് റിവർ ചൈന, ലാവോസ്, തായ്ലൻഡ്, അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആ രീതിയിലാണ് മെക്കോങ് റിവർ ഒഴുകുന്നത്. ഒപ്പം തന്നെ ഇൻഡസ് റിവർ ഉണ്ട്. ഇൻഡസ് റിവർ എങ്ങനെയാണ് ഒഴുകുന്നത്? ചൈന, ടിബറ്റൻ പ്ലേറ്റ്യൂ, പിന്നെ കാശ്മീർ, പിന്നീട് പാകിസ്ഥാൻ, ഇങ്ങനെയാണ് അത് ഒഴുകുന്നത്. സോ ഈ റിവറുകളൊക്കെ അവരുടെ പൊസിഷൻസും അവരുടെ എങ്ങനെയാണ് ഒഴുകുന്നത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതനുസരിച്ചിട്ട് റിവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നാഫ് റിവർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, നാഫ് റിവർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 13th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. 13th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൂ ബിക്കം ദ ലീഡിംഗ് എക്സ്പോണന്റ് ഓഫ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ക്രിട്ടിക്കൽ തിയറി? വളരെ സിമ്പിൾ ആണ്. ഫെഡറിക് ഹെഗൽ, കാൾ മാർക്സ്, വ്ളാഡിമിർ ലെനിൻ ഒക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആണ്. ജർഗൻ ഹെബർമാസ് ആണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ക്രിട്ടിക്കൽ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട എക്സ്പോണന്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വെച്ച് ഹെബർമാസ് ആണ് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തിങ്കർ. ഓക്കെ, ബാക്കി 3 പേരും കുറച്ച് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആണ്. ഓക്കെ, സോ 4th ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, അങ്ങനെ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള, കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള സീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാ സംസ്ഥാനങ്ങളുടെയും ലെജിസ്ലേറ്റീവ് സീറ്റുകൾ ഓർത്ത് വെക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന നോക്കുക, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ട്രെങ്ത് എന്ന് പറയുന്നത് 175 ആണ്. സോ A3 ആണ്. ഗുജറാത്തിൻ്റെത് 182 ആണ്. മിസോറാം കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്, ബാക്കി എല്ലാ സ്റ്റേറ്റുകളെയും വെച്ച് നോക്കുമ്പോൾ 40 ആണ്. വെസ്റ്റ് ബംഗാൾ 294 ആണ്. ഓക്കെ, സോ A3, B1, C4 അങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരിക. A3, B1, C4, D2. യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ്, A ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ 15th ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ചൂസ് ദ sequences of articles mentioned in the Constitution of India in the chronological order. So chronological orderൽ നമ്മൾ ഈ ആർട്ടിക്കിളിനനുസരിച്ചിട്ട് ഈ താഴെ പറയുന്ന ആർട്ടിക്കിൾസിനെ നമ്മൾ സീക്വൻസസ്, അതായത് chronologically പ്ലേസ് ചെയ്യണം. സോ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 17 ആണ്, ആർട്ടിക്കിൾ 17 ആണ്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആർട്ടിക്കിൾ 24 ആണ്. പിന്നെ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് DPSP-യിൽ വരുന്നതാണ്, ആർട്ടിക്കിൾ 43B ആണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 50 ആണ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ 39A ആണ്. ഓക്കെ, സോ ഇതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ABDCE then ABECD. യെസ്, ABECD ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓക്കെ,
Abolition of untouchability, Article 17. Prohibition of employment of children in factories, Article 24. Equal justice and free legal aid, Article 39A. Promotion of cooperative societies, Article 43B. Separation of judiciary from executive, Article 50. Okay, ഇത്രയാണ് ആ ക്വസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അക്കോർഡിംഗ് ടു ദെയർ ഇയർ ഓഫ് ലോഞ്ച്. സോ ഗവൺമെന്റിന്റെ കുറച്ച് സ്കീമുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. സോ ഇത് ഏത് ഇയറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്, ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്വമിത്വ, സ്വച്ഛ് ഭാരത് മിഷൻ, സ്വനീതി സേ സമൃദ്ധി, ഇനാഗുറേഷൻ ഓഫ് കർത്തവ്യ പാത്ത്, നമാമി ഗംഗെ. സോ ഇത്രയാണ് സ്കീമുകൾ തന്നിട്ടുള്ളത്. സ്വമിത്വ എന്ന് പറയുന്നത് ഈ റൂറൽ ഏരിയാസിലുള്ള ലാൻഡ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. സ്വച്ഛ് ഭാരത് മിഷൻ എല്ലാവർക്കും അറിയായിരിക്കും, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിഷനായിരുന്നു. സ്വനീതി സി സമൃദ്ധി അത് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെൻഷൻ പ്രോഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇനാഗുറേഷൻ ഓഫ് കർത്തവ്യ പാത്ത് അത് നമ്മുടെ 2025 നടന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറെ ഗവൺമെന്റ് ഓഫീസേഴ്സ് അതിന്റെ ഇനാഗുറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ക്യാബിനറ്റ് ബിൽഡിങ്ങിന്റെ ഇനാഗുറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമാമി ഗംഗെ എന്ന് പറയുന്നത് ഗംഗേനെ ശുചീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അതായത് ഗംഗയിലെ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കുകയും ഗംഗയെ റീജനറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാന്നുള്ളൊരു മിഷനോട് കൂടി വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമാമി ഗംഗെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഏത് ഇയറിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കണം. സ്വമിത്വ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2020 സ്വച്ഛ് ഭാരത് മിഷനും നമാമി ഗംഗയും ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2014 പക്ഷെ മന്ത് വെച്ച് നോക്കുമ്പോൾ നമാമി ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിലും സ്വച്ഛ് ഭാരത് മിഷൻ ഒക്ടോബറിലുമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമാമി ഗംഗയായിരിക്കും മുന്നേ വന്നിട്ടുള്ളത്. പിന്നെ സ്വനീതി സെ സമൃദ്ധി 2021 ഇനാഗുറേഷൻ ഓഫ് കർത്തവ്യ പാത്ത് 2025 സോ ഇതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത് EBACD അതായത് ഓപ്ഷൻ നമ്പർ 1 ആണ്. EBACE. യെസ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്വമിത്വ ഏപ്രിൽ 2020 സ്വച്ഛ് ഭാരത് മിഷൻ ഒക്ടോബർ 2014 സ്വനീതി സെ സമൃദ്ധി ജാനുവരി 2021 ഇനാഗുറേഷൻ ഓഫ് കർത്തവ്യ പാത്ത് ഓഗസ്റ്റ് 2025 നമാമി ഗംഗെ ജൂൺ 2014 സോ ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് കൊണ്ടുവരുന്ന സ്കീമുകളും അതിന്റെ മിഷൻസും പർപ്പസും പിന്നെ അതിന്റെ ഇയറും ഓർത്തു വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 17 വന്നു. ഇൻ വിച്ച് ഇയർ ദ BJP ലെഡ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പാസ്ഡ് ദ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. സോ എപ്പോഴാണ് NDA പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പാസ് ചെയ്യുന്നത്? 2007, 2005, 2002, 2001 ഇതിലേതാണ്? 2002 പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആക്ട് എന്തിനു വേണ്ടിയുള്ളതെന്നൊക്കെ പേരിൽ തന്നെ വിസിബിൾ ആണ്, അത് നമുക്ക് ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ 18th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയർ ആംസ് കൺട്രോൾ എഗ്രിമെന്റ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? സോ കുറച്ച് ഇയേഴ്സും ആ ഇയറിൽ സൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുറച്ച് ട്രീറ്റുകളുടെ പേരും തന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ആംസ് കൺട്രോൾ എഗ്രിമെന്റ്സ് ആണ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ്, ഏതാണ് റോങ്ലി മാച്ച്ഡ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം തന്നിട്ടുള്ളത് 1959 അന്റാർട്ടിക് ട്രീറ്റി. ശരിയാണോ? യെസ്, 1959 അന്റാർട്ടിക് ട്രീറ്റി സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1963 പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി, ദാറ്റ് ഈസ് PTBT. പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി 1963 ശരിയാണോ? അതെ, 1963 PTBT സൈൻ ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ദാറ്റ് ഈസ് NPT 1968 സൈൻ ചെയ്തിട്ടുള്ളത്, അതും കറക്റ്റ് ആണ്. സോ അടുത്തതൊന്ന് നോക്കാം. 1990 കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി CTBT വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് അല്ലേ? 1990 സൈൻ ചെയ്തിട്ടുള്ളത്? അല്ല, 1996 സൈൻ ചെയ്തിട്ടുള്ളത്. സോ D ഓപ്ഷൻ റോങ് ആണ്. സോ D എന്ന് പറയുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് അല്ല, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ്. 1982 ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി 1982 അല്ല, 1978 ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ 1978 അല്ല, 1972 ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി സൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഡിയും ഇയും ഒഴികെ ABC ഓപ്ഷൻസ് റൈറ്റ് ആണ്. ABC കറക്റ്റ്ലി മാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ABC ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2 B ഓപ്ഷൻ ആണ്, അതായത് 2 ആണ് ആൻസർ. ഓക്കെ, യെസ്. സോ 19ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ ബുക്ക് സെക്ഷൽ പൊളിറ്റിക്സ് ഈസ് റിട്ടൺ ബൈ. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കോമൺ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫെമിനിസം
ഫെമിനിസ്റ്റ് തിയറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് സെക്ഷൽ പൊളിറ്റിക്സ്. സോ ആ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആണ്. രവീന്ദ്രനാഥ ടാഗോർ, കാൾ മാക്സ്, കേറ്റ് മില്ലറ്റ് ആൻഡ് ഇമ്മാനുവൽ കാന്റ്. സോ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും കേറ്റ് മില്ലറ്റിന്റെ പുസ്തകമാണ് സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 1970 അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കേറ്റ് മില്ലറ്റ്, സെക്ഷൽ പൊളിറ്റിക്സ്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കുറെ പുസ്തകങ്ങളുണ്ട്. ലൈക്ക് മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ സെക്കൻഡ് സെക്സ് ഫോറയുള്ള പുസ്തകങ്ങൾ. സോ അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഓർത്ത് വെക്കുക, അത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, യെസ്, ഓപ്ഷൻ നമ്പർ 3 കേറ്റ് മില്ലറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഹു റോട്ട് ദ ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. സോ രണ്ടും ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹു റോട്ട് ദ ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. ഈ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എക്സാമിനേഴ്സിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആരാണ് എഴുതിയിട്ടുള്ളത്, അത് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഈ പേരുകളിൽ ചെറിയ ചെറിയ മാറ്റമൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് ഒറിജിനൽ ആയിട്ടുള്ള വേർഡ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൗണ്ടേഷണൽ ബുക്കാണ്, ഫെമിനിസ്റ്റ് തിയറിയുടെ ഫൗണ്ടേഷണൽ ബുക്കുകളിൽ ഒന്നാണ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. ഓക്കെ, മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ പുസ്തകമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ് അതിന്റെ ഓഥർ എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പല ക്വസ്റ്റ്യൻസും വളരെ ജനറൽ ആയിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, ഒബ്ജക്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. കുറച്ച് പുസ്തകങ്ങളും അവരുടെ പേരുകളും ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ ഇവന്റ്സ് ഉണ്ടായിരുന്നു, അത് നടന്നിട്ടുള്ള ഇയറുകൾ ഉണ്ടായിരുന്നു. കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ 20 ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. സോ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് UGC നെറ്റ് എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളൊക്കെ നോക്കുമ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കേണ്ടത്. ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലാവണം നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും നിങ്ങൾ പഠിക്കുന്നതും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിട്ട് വരാം. സോ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.